സ്തനാർബുദത്തിൻ്റെ ഓപ്പറേഷന് ശേഷം അതേ സൈഡിലുള്ള കഴലുകൾ കൂടെ ഓപ്പറേറ്റ് ചെയ്യുന്നതിനാൽ കുറേ നാളുകൾക്ക് ശേഷം, മാസങ്ങളോ വർഷങ്ങളോ ശേഷം ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ രോഗിക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണ് ലിംഫഡിമ. ഈ ലിംഫഡിമ എന്ന് പറയുന്നത് കൈകളിലുള്ള രക്തക്കുഴലുകളുടെ നോർമൽ പ്രവർത്തനം ഓപ്പറേഷൻ കാരണമോ ക്യാൻസർ കാരണമോ റേഡിയേഷൻ കാരണമോ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതിനാൽ അത് കൈകൾ നീര് വന്ന് വീർത്തു വരുന്ന അവസ്ഥ സംജാതമാകുന്നു. ഇത് ഒഴിവാക്കാൻ നമ്മൾ ചെയ്യേണ്ടത് അതേ ഭാഗത്ത് കൂടുതൽ വെയിറ്റ് എടുക്കുന്നത്, അതേ ഭാഗത്ത് BP നോക്കുന്നത് കുറയ്ക്കുക. അതുപോലെ തന്നെ മുറിവോ പൊള്ളലോ ഉണ്ടാകുന്നത് കുറയ്ക്കുക. പ്രത്യേകിച്ച് സ്ത്രീകൾ ഓപ്പറേഷന് ശേഷം ജോലികൾ വ്യാപൃതരാകുമ്പോൾ അടുക്കള ജോലികൾക്കിടയിൽ മുറിവുകളോ പൊള്ളലുകളോ ഈ കൈകളിൽ ഉണ്ടാകുന്നത് എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ വേറെ മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി ഹോസ്പിറ്റലുകളിൽ പോകുമ്പോൾ ഇഞ്ചക്ഷൻ വെക്കുന്നത് ഈ കൈകളിൽ നമ്മൾ ഒഴിവാക്കേണ്ടതാണ്. ഇതെല്ലാം മുഖേന നമുക്കൊരു പരിധിവരെ ഈ കൈകളിൽ ഉണ്ടാകുന്ന നീര് ഒഴിവാക്കാൻ നമുക്ക് സഹായിക്കുന്നു. സ്തനാർബുദത്തിൻ്റെ ഓപ്പറേഷന് ശേഷം കൈകൾ എങ്ങനെ ശ്രദ്ധിക്കണമെന്ന് നമ്മൾ രോഗികൾ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒന്നാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് കൈകൾ നിർബന്ധമായും അടുത്ത ദിവസം തന്നെ സ്മൈലി പന്തോ മറ്റോ ഉപയോഗിച്ച് വിരലുകൾ മടക്കി നിർത്തുന്നത്, നമ്മുടെ കൈകളുടെ എൽബോ ജോയിന്റ് അല്ലെങ്കിൽ കൈമുട്ടുകൾ മടക്കി നിർത്തുന്നത്, അതുപോലെ ഷോൾഡർ മൂവ്മെന്റ്, ഈ പറഞ്ഞ ജോയിന്റുകളെല്ലാം നല്ല രീതിയിൽ കൺട്രോൾഡായി നല്ല രീതിയിൽ നീർത്തുന്നതും മടക്കി നീർത്തുന്നത് നമുക്ക് ഓപ്പറേഷൻ ശേഷമുള്ള റിക്കവറി വളരെയധികം സഹായിക്കുന്നു. ഇത് മുഖേന കൈകളിലെ നീരുണ്ടാകുന്നതിനുള്ള സാധ്യതകളും കുറയ്ക്കുന്നു. അതുപോലെ തന്നെ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെയോ ഡോക്ടറുടെ സഹായത്തിനാൽ ചെയ്യുന്നത് നമുക്ക് ഓപ്പറേഷൻ ശേഷം കുറേ നാളുകൾ കഴിഞ്ഞു കഴിഞ്ഞാൽ ജോയിന്റുകളിൽ ഉണ്ടാകുന്ന സ്റ്റിഫ്നെസ്, നംനെസ്, പെയിന്, കൈകൾ മടക്കി നിർത്താനുള്ള ബുദ്ധിമുട്ട്, ഇവയെല്ലാം തടയുന്നതിന് നമുക്ക് സഹായകമാണ്. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.